US-ൽ ഫ്ലോറിഡ സ്റ്റേറ്റിൽ ജൂപ്പിറ്റർ എന്ന ഒരു ചെറിയ ടൗൺ. ആ ടൗണിൽ താമസിക്കുന്നയാളാണ് ജോൺ സ്റ്റീവൻ എന്നയാൾ. അയാൾക്ക് 59 വയസ്സായി. ഭാര്യയുടെ പേര് മിഷേൽ. അവർക്ക് 53 വയസ്സായി. ഇവർ രണ്ടുപേരും അവരുടെ റിട്ടയർമെന്റ് ലൈഫ് വളരെ സന്തോഷകരമായി ആ ജൂപ്പിറ്റർ ടൗണിൽ ജീവിക്കുകയാണ്. ഇവരുടെ അയൽവാസികൾക്കൊക്കെ ഇവരെ വലിയ ഇഷ്ടമാണ്. കാരണം അത്രത്തോളം അവരുടെ വീട്ടിൽ ഹോസ്പിറ്റാലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് കൂട്ടുകാർ, അയൽവാസികൾ ഇവരൊക്കെ അവരുടെ വീട്ടിൽ ഒരുപാട് സമയം ചിലവഴിക്കും. ഓഗസ്റ്റ് 15, 2016 വർഷം രാത്രി സമയത്ത് ജോൺ ആഹാരത്തിന് മുൻപ് അയാളുടെ വീട്ടിലെ നായയും കൂട്ടിക്കൊണ്ട് ഒരു വാക്കിങ്ങിനായി പോകുന്നു. മിഷേൽ മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ആ സമയത്ത് അവരുടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒരു ശബ്ദം വരാൻ തുടങ്ങി. തുടർന്ന് ആ കാറിനെ ആരോ അടിച്ച് പൊട്ടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട ഉടനെ മിഷേൽ വീട് വിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവരുടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു 20 വയസ്സ് തോന്നിക്കുന്ന കുട്ടി കാറ് തന്റെ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് കാറിന്റെ കതക് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടയുടനെ മിഷേൽ നിലവിളിക്കാൻ തുടങ്ങി. മിഷേലിന്റെ ഈ ഒരു ശബ്ദം കേട്ട അവരുടെ അയൽവാസിയായ ജെഫ് ഫിഷർ വീടിന് പുറത്തേക്ക് വന്ന് നോക്കുന്നു. ആ സമയം ആരോ ഒരാൾ മിഷേലിനെ കൈ കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. മിഷേൽ താഴെ കിടക്കുന്നതും കാണുന്നു. അവർക്ക് മുകളിൽ കയറിയിരുന്ന ആ ഒരു വ്യക്തി വീണ്ടും വീണ്ടും കൈ കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെഫിന് പല ദിവസമായി ഈ ദമ്പതികളെ അറിയാം. അതുകൊണ്ടിപ്പോൾ ജെഫ് അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പതിയെ നടന്നു പോകുന്നു. എന്നാൽ അയാൾ തിരിഞ്ഞ് ജെഫിനെ അടിക്കാൻ ശ്രമിക്കുന്നു. ജെഫ് അവനെ തടഞ്ഞ് മുഖത്തിൽ കുത്തുകയും തള്ളിയിടുകയും ചെയ്തു. ഉടനെ അവൻ താഴേക്ക് വീണു. സത്യത്തിൽ അവൻ താഴെ വീണ അടുത്ത സെക്കൻഡ് തന്നെ ജെഫിന്റെ ശരീരത്തിൽ വേദന അറിയാൻ തുടങ്ങി. ജെഫ് നല്ല ദേഷ്യത്തിലായിരുന്നതുകൊണ്ട് ജെഫിന് സംഭവിച്ച പരിക്ക് അറിയാൻ സാധിച്ചില്ല. എപ്പോഴാണോ വഴക്ക് അവസാനിച്ച് ആ അപരിചിതനെ തള്ളിയിട്ടത്, അപ്പോൾ മുതൽ ജെഫിന്റെ ശരീരത്തിൽ പതിയെ പതിയെ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അവൻ വെറും കൈ കൊണ്ടല്ല കുത്തിയത്, അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ജെഫിന്റെ കഴുത്ത്, മുഖം, നെഞ്ച് ഇങ്ങനെ മൊത്തം 5 സ്ഥലത്ത് ജെഫിനെ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട്. മാത്രമല്ല മിഷേലിനെയും കൈ കൊണ്ടല്ല കുത്തിയത്, കത്തി കൊണ്ടായിരുന്നു. മിഷേലും മരിച്ചു കിടക്കുകയാണ്. ഇത് കണ്ട ഉടനെ ജെഫിന് വ്യക്തമായി മനസ്സിലായി, ഇതിനുശേഷം ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ജീവനാണ് ആപത്തെന്ന്. പെട്ടെന്ന് തന്നെ ജെഫ് അയാളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന മിഷേലിന്റെ വീടിനകത്തേക്ക് ഓടാൻ തുടങ്ങി. വളരെ വേഗത്തിൽ ആ വീടിന്റെ പുറകുവശത്തുകൂടെ പുറത്തേക്ക് വന്നു. വീടിനെ ചുറ്റി വീണ്ടും അയാളുടെ സ്വന്തം വീട്ടിലേക്ക് കയറി. വീടിന്റെ എല്ലാ ഡോറും ക്ലോസ് ചെയ്യുന്നു. അടുത്ത സെക്കൻഡ് തന്നെ ജെഫ് 911ലേക്ക് കോൾ ചെയ്തു. നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഹെൽപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് ആ ഒരു സ്ഥലത്തേക്ക് വരാൻ കുറച്ച് മിനിറ്റുകൾ എടുത്തു. ആ ഒരു സമയത്തിനിടയിൽ ജെഫിന് വളരെ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. മറ്റാരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ഇടയ്ക്ക് ഏതോ മൃഗവും നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ജെഫ് 911ലേക്ക് കോൾ ചെയ്തതുകൊണ്ട് അടുത്ത ചില മിനിറ്റിൽ പോലീസും മിഷേലിന്റെ വീട്ടിലേക്ക് എത്തി. അവർ ആ വീടിന്റെ ഡ്രൈവേയിൽ തന്നെ കണ്ട കാഴ്ച, ആ ഡ്രൈവേ മുഴുവനും രക്തം ഒഴുകുകയായിരുന്നു. ഒരു ഭാഗത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം, മറ്റൊരു ഭാഗത്ത് ഒരു വയസ്സായ ആളുടെ ശരീരം. അയാൾക്ക് മുകളിൽ ഒരാൾ ഇരുന്നു കൊണ്ട് അയാളുടെ മുഖം കടിച്ച് തിന്നുകയാണ്. ഈ മൃഗങ്ങളൊക്കെ മാംസം കഴിക്കുന്നത് പോലെ ജീവനുള്ള ഒരാളുടെ മുഖം കടിച്ച് അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചത എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട 2 പോലീസുകാരും ഭയപ്പെടാൻ തുടങ്ങി. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, എങ്കിലും അതവർക്ക് ഉപയോഗിക്കാനായില്ല. അതിനുള്ള പ്രധാന കാരണം ആ ഒരു വ്യക്തി ആ വയസ്സായ വ്യക്തികളുടെ മുകളിലുണ്ട്. ഒരു പക്ഷേ ഇവർ വെടിവെക്കുകയാണെങ്കിൽ അതറിയാതെ ആ വയസ്സായ വ്യക്തിക്ക് കൊന്നാൽ അത് വീണ്ടും ആപത്തായി മാറും. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ പെട്ടെന്ന് ഇലക്ട്രിക് ടേസർ എടുത്തു. അതെടുത്ത് ആ വ്യക്തിയുടെ മുകളിലേക്ക് വെച്ചു. അവന് ഷോക്ക് അടിച്ചു. അവനും ചെറുതായൊന്ന് ഭയപ്പെട്ടു. എന്നാൽ അവന് ബോധമൊന്നും നഷ്ടമായില്ല. വീണ്ടും ആ വയസ്സായ വ്യക്തിയുടെ മുഖം കടിച്ച് കഴിക്കാൻ തുടങ്ങി. ഓസ്റ്റൺ ഒരു അപ്പർ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അവന്റെ അമ്മയും അച്ഛനും അവന് ചെറിയ പ്രായമുള്ളപ്പോൾ തന്നെ ഡിവോഴ്സായി. എത്ര തന്നെ അമ്മയും അച്ഛനും വേർപിരിഞ്ഞ് ജീവിച്ചാലും ഓസ്റ്റന്റെ ചൈൽഡ്ഹുഡ് നന്നായിരുന്നു. അവൻ അവന്റെ അമ്മയുടെ വീട്ടിലാണ് വളർന്നത്. എന്നാൽ അവന്റെ അച്ഛൻ അവനെ ശ്രദ്ധിച്ചില്ല എന്നല്ല പറയുന്നത്. അച്ഛൻ ഒരു ഡെന്റിസ്റ്റ് ആണ്. ദിവസവും ഡെന്റൽ ക്ലിനിക്കിൽ മകനെ കൂട്ടിക്കൊണ്ടുവരും. അയാളെ പോലെ തന്നെ ഓസ്റ്റനെയും ഡെന്റിസ്റ്റ് ആക്കണമെന്നുള്ളതാണ് അച്ഛന്റെ ആഗ്രഹം. ഓസ്റ്റന്റെ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവൻ ആവശ്യമായ സ്നേഹം, വിദ്യാഭ്യാസം, പണം എല്ലാം തന്നെ കിട്ടി. ഓസ്റ്റനും നന്നായി തന്നെ പഠിച്ചു. ഹൈസ്കൂളിൽ നല്ല മാർക്ക് വാങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ ഓസ്റ്റൻ കോളേജ് പഠിത്തത്തിനായി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. അവിടെ അവന്റെ ഫസ്റ്റ് ഇയർ അവസാനിച്ചു. സമ്മർ ഹോളിഡേയ്സിനായി വീട്ടിലേക്ക് വരുന്നു.
ഈ ഒരു സമയത്തായിരുന്നു ഓസ്റ്റിൻ്റെ കുടുംബം അവൻ്റെ പെരുമാറ്റത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളത് ശ്രദ്ധിക്കുന്നു. സത്യത്തിൽ ആ സമയം അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ആദ്യത്തെ പ്രശ്നം, ഓസ്റ്റിൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ ചാനലിലിടുന്ന വീഡിയോസ് ഒന്നും ഓസ്റ്റിൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ചും അവൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ചാനലിൽ മൊത്തം 2 രീതിയിലുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. ആദ്യത്തേത് എക്സസൈസ് സംബന്ധിക്കുന്ന വീഡിയോസാണ്. എക്സസൈസ് ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് ആയിരുന്നു. രണ്ടാമത്തെ വീഡിയോസ് റാപ്പ് സോങ്സ് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം, രണ്ടും നല്ല കണ്ടന്റ് തന്നെയല്ലേ, പിന്നെ എന്തിനാണ് അവൻ്റെ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടപ്പെടാത്തതെന്ന്. ഓസ്റ്റിൻ അവൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ എത്ര തന്നെ എക്സസൈസ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്താലും അത് വളരെ മോശമായ രീതിയിലായിരുന്നു. മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. സാധാരണ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതും അവൻ ആ യൂട്യൂബിൽ സംസാരിക്കുന്നതും കേട്ടാൽ വളരെ വ്യത്യസ്തമായി തോന്നും. അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എ ഫ്രോസ്റ്റ്. നിങ്ങൾക്കും അത് പരിശോധിക്കാം. അവൻ്റെ വീഡിയോസ് എല്ലാം വളരെ വിയേർഡായി തോന്നും. അതുമാത്രമല്ല, അവൻ്റെ റാപ്പ് സോങ്സിൽ ഉപയോഗിക്കുന്ന വാക്കുകളും വളരെ വ്യത്യസ്തമായിരുന്നു. ഒരുപാട് മോശമായ വാക്കുകൾ അതിൽ കലർന്നിരുന്നു. അതുകൊണ്ടാണ് ഓസ്റ്റിൻ്റെ അമ്മയ്ക്ക് ആ വീഡിയോസ് ഒന്നും തന്നെ ഇഷ്ടപ്പെടാത്തത്. നീ ഇനി മുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഓസ്റ്റിൻ പറഞ്ഞത്, അമ്മേ, ഇക്കാലത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രമേ ഹിറ്റ് ആവുകയുള്ളൂ, നിങ്ങളൊക്കെ പഴയ ആളുകളല്ലേ, പറഞ്ഞാലൊന്നും മനസ്സിലാകില്ല എന്ന് ഓസ്റ്റിൻ അവൻ്റെ അമ്മ പറഞ്ഞത് ഒന്നും തന്നെ കാര്യമാക്കിയില്ല. എത്ര തന്നെ അവൻ്റെ യൂട്യൂബ് വീഡിയോസ് വൃത്തികെട്ടതായിരുന്നാലും അവനെപ്പോലെ വ്യത്യസ്തമായ വീഡിയോസ് ഇടുന്ന മറ്റൊരുപാട് പേരുണ്ടായിരുന്നു. അതിൽ ചിലർ യൂട്യൂബേഴ്സ് ഹിറ്റായിട്ടുമുണ്ട്. അതുകൊണ്ട് ആദ്യം ഓസ്റ്റിൻ്റെ അമ്മ ഇക്കാര്യം വലിയ രീതിയിൽ എടുത്തില്ല. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും ഓസ്റ്റിൻ്റെ പെരുമാറ്റത്തിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പെട്ടെന്ന് ഓസ്റ്റിൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഗാന്ധിജിയെ പോലെ, ബുദ്ധന്മാരെ പോലെ സമൂഹത്തിൽ സേവനം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ സംസാരിക്കും. അതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പ്രശ്നം എവിടെ തുടങ്ങി എന്ന് ചോദിച്ചാൽ, ഓസ്റ്റിൻ്റെ അച്ഛൻ ഒരു ഡെന്റിസ്റ്റ് ആണല്ലോ. സമ്മർ ഹോളിഡേയ്സ് വന്നപ്പോൾ അയാളുടെ ക്ലിനിക്കിൽ ഓസ്റ്റിനെ അസിസ്റ്റൻ്റായി ചേർത്തു. ആ ഒരു ക്ലിനിക്കിൽ വരുന്നവരോടെല്ലാം ഓസ്റ്റിൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുക, നിങ്ങളുടെ പ്രശ്നം എല്ലാം ഞാൻ പരിഹരിക്കാം. ഇങ്ങനെ ഓരോ രോഗികളോടും ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, ശാരീരിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. ആ ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയുക, ഞാനത് തീർത്തു തരാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെയായിരുന്നു ഓസ്റ്റിൻ അവൻ്റെ അച്ഛൻ്റെ രോഗികളോട് പറയാൻ തുടങ്ങി. അതോടുകൂടിയും അവൻ അവസാനിപ്പിച്ചില്ല. നിങ്ങളുടെ ബിസിനസ് കാർഡ് എൻ്റെ കയ്യിൽ തന്നാൽ നിങ്ങളുടെ ബിസിനസ്സിന് ഞാൻ സംരക്ഷണം നൽകാം. കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് ശക്തിയുണ്ട്, ദൈവത്തിനുള്ളതുപോലെ ഒരുപാട് ശക്തിയുണ്ട്. അതുപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് ഞാൻ സംരക്ഷിക്കാം. മാത്രമല്ല, എൻ്റെ കൈ തൊട്ടാൽ വെള്ളം പോലും പരിശുദ്ധ ജലമായി മാറും എന്നൊക്കെ എല്ലാവരോടും അവൻ സംസാരിക്കാൻ തുടങ്ങി. ഇതുകൂടാതെ ഓസ്റ്റിൻ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് നീ ഇത്ര വെള്ളം കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ എനർജി വെള്ളമാണ്, ഈ വെള്ളം എൻ്റെ യുവത്വം നിലനിർത്തും, ഞാൻ ദിവസവും വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പ്രായം കുറയുന്നുവെന്ന് അവൻ സംസാരിക്കാൻ തുടങ്ങി. ഓസ്റ്റിൻ അച്ഛൻ്റെ ക്ലിനിക്കിലാണ് ജോലി ചെയ്തതെങ്കിലും അമ്മയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അടുത്ത ഘട്ടമായി ഓസ്റ്റിൻ അവൻ്റെ വീട്ടിലും ഇതുപോലെയൊക്കെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളെ സംരക്ഷിക്കാമെന്ന് അമ്മയോടും സഹോദരിയോടും പറയാൻ തുടങ്ങി. ഇത് പോരാതെ എല്ലാ ദിവസവും രാത്രി അവൻ്റെ വീട് ചുറ്റി വരും. അമ്മയുടെയും സഹോദരിയുടെയും മുറിയുടെ വാതിൽ തട്ടിയിട്ട്, ഭയപ്പെടേണ്ട, നിങ്ങൾ സേഫാണ്, സാത്താൻ്റെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാമെന്ന് ഓരോ മണിക്കൂറും അവർ ഉറങ്ങുമ്പോൾ കതക് തട്ടി പറയും. ദിവസങ്ങൾ കഴിയുന്തോറും രാത്രി സമയങ്ങളിൽ അവൻ ഉറങ്ങുന്നത് പോലും കുറയ്ക്കാൻ തുടങ്ങി. എന്തിന്? അവൻ ഉറക്കം തന്നെ മറന്നു. കാരണം ഓസ്റ്റിന് ഇരുട്ട് കണ്ടാൽ ഭയമാണ്. മാത്രമല്ല, ഓസ്റ്റിൻ വിശ്വസിച്ചിരുന്നത് അവനെ സാത്താൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്, ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് ബെഡ്റൂമിലെ ബെഡെടുത്ത് ആ വീടിൻ്റെ ഗ്യാരേജിലിട്ടു. അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. കാരണം അവൻ്റെ ബെഡ്റൂം മുഴുവനും സാത്താനുണ്ടെന്നാണ് അവൻ കരുതിയത്. ആദ്യം ഓസ്റ്റിന് സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു സാത്താനെ പോലുള്ള രൂപങ്ങൾ കണ്ടത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവൻ നേരിൽ തന്നെ സാത്താനെ ഹാലുസിനേഷൻ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം എപ്പോൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സമ്മർ ലീവ് ദിവസങ്ങളിലായിരുന്നു. ആ ഒരു ചെറിയ കാലത്ത് തന്നെ ഓസ്റ്റിൻ്റെ മാനസികാവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ഓഗസ്റ്റ് മാസം 2016 ആ സമയത്ത് ഓസ്റ്റിൻ അവനെ കൊണ്ട് ലൈറ്റ് ഇല്ലാതെ ഉറങ്ങാനേ കഴിയില്ല എന്നൊരവസ്ഥയിലെത്തി. അവനിടുന്ന വസ്ത്രം പോലും ലൈറ്റ് കളർ ഡ്രസ്സായിരിക്കും. കാരണം ഇരുട്ട് സാത്താനെ അട്രാക്റ്റ് ചെയ്യും, ഡാർക്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ സാത്താനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും എപ്പോഴും അവൻ ലൈറ്റ് കളർ ഡ്രസ്സ് മാത്രമേ ഇടൂ. ഒരു ഘട്ടത്തിൽ ഓസ്റ്റിൻ അവൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ആത്മാവിനെ സാത്താന് വിറ്റാൽ മാത്രമേ എന്നെ കൊണ്ട് ഉറങ്ങാൻ കഴിയൂ.
ഇതിനിടയിൽ ഞാൻ എങ്ങനെ ഉറങ്ങുന്നു എന്ന് ചോദിച്ചാൽ എന്നെ ഞാൻ തന്നെ ഹിപ്നോസൈസ് ചെയ്ത് ഉറങ്ങും. അതുകൊണ്ട് എൻ്റെ പക്കൽ നിങ്ങളുടെ രോഗികളുടെ ബിസിനസ് കാർഡ് ഉള്ളത് നല്ലതല്ല. അങ്ങനെ ആയാൽ അവർക്ക് സംരക്ഷണം കിട്ടില്ല. ഞാൻ വഴി സാത്താൻ ഒരുപക്ഷെ അവരുടെ വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് ആ കാർഡെല്ലാം അവൻ അപ്പോൾ തന്നെ കീറിക്കളഞ്ഞു. ഓഗസ്റ്റ് 13-ാം തീയതിയായിരുന്നു സംഭവിച്ചത്. അടുത്ത ദിവസം ഓഗസ്റ്റ് 14-ന് ഓസ്റ്റിനും അവൻ്റെ അച്ഛനും അച്ഛൻ്റെ ഗേൾഫ്രണ്ട് 3 പേരും ആ ടൗണിൽ നടക്കുന്ന ഒരു ഗൺ ഷോയിൽ പോകുന്നു. ആ ഗൺ ഷോയിലുള്ള എല്ലാ വെൻഡേഴ്സിനോടും ഓസ്റ്റിൻ സംസാരിച്ചു. എങ്ങനെ സെൽഫ് ഡിഫെൻസ് ചെയ്യണമെന്ന് ചോദിച്ചവൻ പഠിക്കാൻ തുടങ്ങി. അതുകൂടാതെ ഗൺ ഷോയിൽ നിന്ന് ഒരു കത്തിയും അവൻ വാങ്ങി. അടുത്ത ദിവസം ഓഗസ്റ്റ് മാസം 15-ാം തീയതി ജോണും മിഷേലും മരിച്ച ദിവസം ഓസ്റ്റിൻ, അവൻ്റെ അച്ഛൻ, അവൻ്റെ സഹോദരി, അച്ഛൻ്റെ ഗേൾഫ്രണ്ട് ഇവർ 4 പേരും ഡിന്നറിനായി ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഓസ്റ്റിൻ ഒന്നും സംസാരിക്കാതെ ആ ചെയർ വിട്ട് എഴുന്നേറ്റ് പോകുന്നു. നമ്മൾ പുറത്തൊരു സ്ഥലത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ പോലും എക്സ്ക്യൂസ് മീ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പോകും. അതുപോലും പറയാതെ ഓസ്റ്റിൻ പെട്ടെന്ന് എഴുന്നേറ്റ് ആ റെസ്റ്റോറൻറ്റ് വിട്ട് പുറത്തേക്ക് പോകുന്നു. ചില മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഡിന്നർ ടേബിളിലേക്ക് തിരികെ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓസ്റ്റിൻ പെട്ടെന്ന് എഴുന്നേറ്റ് റെസ്റ്റോറൻറ്റ് വിട്ട് പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞാണ് വീണ്ടും വന്നത്. എന്നാൽ ഇത്തവണ വന്നപ്പോൾ അവൻ വസ്ത്രം മാറ്റിയിട്ടുണ്ട്. ഓസ്റ്റിൻ്റെ അച്ഛനായാലും സഹോദരിക്കായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് നടന്നത്, ഓസ്റ്റിൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്നും 2 മൈൽ ദൂരത്തിലുള്ള അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് നടന്നുപോയി. നേരെ വീട്ടിലേക്ക് പോയി അടുക്കളയിലേക്ക് എത്തി. അടുക്കളയിൽ നിന്ന് വെജിറ്റബിൾ ഓയിൽ എടുത്ത് കുടിക്കുകയും ചീസ് കഴിക്കാനും തുടങ്ങി. അടുക്കളയിൽ എന്തോ ശബ്ദം കേൾക്കുന്നു എന്ന് മനസ്സിലാക്കി അവൻ്റെ അമ്മ അടുക്കളയിലേക്ക് വന്ന് നോക്കി. അവിടെ ഓസ്റ്റിൻ വെജിറ്റബിൾ ഓയിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ വെള്ളം കുടിക്കുന്നത് പോലെ. ഇത് കണ്ട് അവൻ്റെ അമ്മ പോലും ഭയപ്പെട്ടു പോയി. ശബ്ദമിട്ട് അതൊക്കെ താഴെ വയ്ക്കാൻ ആവശ്യപ്പെട്ടു. അവനോട് വസ്ത്രം മാറ്റാൻ പറഞ്ഞു. നീ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനല്ല, ഞാനൊരു മൃഗമാണ് എന്ന് ഓസ്റ്റിൻ പറഞ്ഞു. അവൻ വെജിറ്റബിൾ ഓയിൽ കുടിച്ചതുകൊണ്ട് അവൻ്റെ വസ്ത്രം മുഴുവനും എണ്ണയായി. അതുകൊണ്ട് അവൻ വേറെ വസ്ത്രം മാറ്റിയിട്ട് ഓസ്റ്റിൻ്റെ അമ്മ തന്നെയാണ് അവനെ വീണ്ടും ആ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടാക്കിയത്. ഓസ്റ്റിൻ റെസ്റ്റോറൻറ്റിൽ വീണ്ടും വന്ന ശേഷം അവൻ്റെ അച്ഛൻ ഓസ്റ്റിനെ നോക്കി ചോദിക്കാൻ തുടങ്ങി, എന്താ ഇതെല്ലാം, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് അവനെ വഴക്ക് പറയാൻ തുടങ്ങി. അവൻ്റെ അച്ഛൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനെ വഴക്ക് പറയുന്നത് സഹിക്കാനാകാതെ ആ റെസ്റ്റോറൻറ്റ് വിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. അവൻ്റെ വീട് നോക്കി വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഇരുട്ട് നിറഞ്ഞ രാത്രി ഓസ്റ്റിനെ ഭയപ്പെടുത്താൻ തുടങ്ങി. അവന് എന്തോ സാത്താനെല്ലാം അവനെ പിന്തുടരുന്നത് പോലെ തോന്നി. ഉടനെ ഭയന്നുപോയി ഓസ്റ്റിൻ ഓടാൻ തുടങ്ങി. അവൻ ഏത് ഡയറക്ഷനിൽ ഓടുന്നുവെന്ന് അവന് തന്നെ മനസ്സിലായില്ല. തുടർന്ന് 4 മൈൽ ഓസ്റ്റിൻ അന്ന് രാത്രി മുഴുവനും ഓടി. കഴിഞ്ഞ് ഒരു വീടിൻ്റെ ഷെഡിൽ നല്ലൊരു വെളിച്ചം കണ്ടു. ഓസ്റ്റിനെ സംബന്ധിച്ച് വെളിച്ചമെന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ സ്ഥലമാണ്, ഇരുട്ടെന്ന് പറഞ്ഞാൽ സാത്താൻ്റെ സ്ഥലമാണ്. അങ്ങനെ ഓസ്റ്റിൻ വളരെ വേഗത്തിൽ ആ ഷെഡിനുള്ളിലേക്ക് പോയി. അവിടെയുള്ള കാറ് അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. ആ കാർ ഉപയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാം എന്നവൻ വിചാരിച്ചു. ഈ ഒരു സംഭവം കണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മിഷേൽ നിലവിളിച്ചത്. ജോണും കൊല്ലപ്പെടുന്നു. അതിനുശേഷം ആ ഒരു സ്ഥലത്ത് പോലീസും വരുന്നു. ആദ്യം ടേസറെടുത്ത് ഓസ്റ്റിൻ്റെ മീതെ ഉപയോഗിച്ചു. എന്നാൽ അവൻ വീണ്ടും വീണ്ടും ജോണിൻ്റെ മുഖം കടിച്ചു കഴിച്ചുകൊണ്ടിരുന്നു. ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ബാക്കപ്പ് പോലീസിന് കോൾ ചെയ്തിട്ട് ഓസ്റ്റിൻ്റെ മുഖത്തിൽ തന്നെ ചവിട്ടുന്നു. ഒരു മൃഗം ഒരു മനുഷ്യനെ കടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മാറ്റാൻ നമ്മൾ എങ്ങനെയാണ് ശ്രമിക്കുന്നത്, അതുപോലെ ആ പോലീസ് ഓസ്റ്റിൻ്റെ മുഖത്തേക്ക് ചവിട്ടി. ഓസ്റ്റിന് ആ ഒരു അടി താങ്ങാനാകാതെ താഴേക്ക് വീഴുന്നു. എന്നാൽ വീണ്ടും പെട്ടെന്ന് എഴുന്നേറ്റ് ജോണിൻ്റെ മുഖത്തിലേക്ക് ചാടിക്കയറി കടിച്ചു കഴിക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും 2-3 തവണ ഓസ്റ്റിനെ ചവിട്ടി താഴെ തള്ളിയിടുന്നു. എന്നാൽ ഓസ്റ്റിൻ അത് അവസാനിപ്പിച്ചില്ല. ഇതിനുള്ളിൽ പോലീസിന്റെ ബാക്കപ്പ് ടീം വരുന്നു. എന്നാൽ അപ്പോഴും ഓസ്റ്റിനെ അവർക്ക് വെടിവെക്കാനായില്ല. നേരത്തെ പറഞ്ഞതുപോലെ ജോണിന് അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ ചെയ്തത്, പോലീസ് നായ ഉപയോഗിച്ച് ഓസ്റ്റിനെ കടിക്കാൻ അനുവദിച്ചു. പോലീസ് നായയും ഓസ്റ്റിന്റെ കൈ കടിച്ചു. ഓസ്റ്റിൻ ആ നായയെ തള്ളിയിട്ടിട്ട് നായയുടെ വായിൽ നിന്നും അവന്റെ കൈ പുറത്തേക്കെടുത്ത് വീണ്ടും ജോണിന്റെ മുഖത്ത് കടിക്കാൻ തുടങ്ങി. സത്യത്തിൽ ആ നായ ഓസ്റ്റിന്റെ കൈ കടിക്കുമ്പോൾ അവന്റെ കയ്യിലുള്ള ചതയെല്ലാം പുറത്തേക്ക് വന്നു. എന്നാൽ ഓസ്റ്റിൻ അതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെട്ടില്ല. വീണ്ടും ജോണിന്റെ മുഖം കടിച്ചുകൊണ്ടിരുന്നു. അവനെ ചുറ്റി 20-30ഓളം പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെപ്പറ്റിയൊന്നും അവന് യാതൊരു ചിന്തയുമില്ല. വീണ്ടും ഒരു മൃഗത്തെ പോലെ പെരുമാറാൻ തുടങ്ങി. ആ നായയും തുടർന്ന് 2-3 തവണ ഓസ്റ്റിന്റെ കൈ കടിച്ചു. പക്ഷെ ഓസ്റ്റിൻ അവന്റെ കൈ മുറിഞ്ഞ് രക്തം വരുന്നത് ശ്രദ്ധിച്ചില്ല. നായയെ തള്ളിയിട്ടിട്ട് തുടർന്ന് ജോണിനെ കടിച്ചുകൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അവിടെയുള്ള പോലീസ് നായ ഓസ്റ്റിന്റെ കൈ കടിക്കുമ്പോൾ തന്നെ ഓസ്റ്റിനെ അടിക്കാനും തുടങ്ങി. ഓസ്റ്റിൻ ജോണിന്റെ മുഖം വിട്ട് മാറിയപ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ വിലങ്ങ് ധരിക്കുന്നു. ജോൺ, മിഷേൽ, ജെഫിഷർ ഇവർ 3 പേരെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഓസ്റ്റിനെയും അഡ്മിറ്റ് ചെയ്തു. ഇതിൽ മിഷേൽ വീട്ടിൽ തന്നെ മരിച്ചു. ജോൺ ആശുപത്രിയിൽ മരിച്ചു. ജെഫിഷർ മാത്രം
ജീവനോടുകൂടി വന്നു. സത്യത്തിൽ ഓസ്റ്റനെ ആശുപത്രിയിൽ ചേർത്ത അടുത്ത ചില മണിക്കൂറിൽ തന്നെ അവൻ കോമയിലേക്ക് പോയി. അടുത്ത 16 ദിവസം ഓസ്റ്റൻ കോമയിൽ തന്നെയായിരുന്നു. അതിനുശേഷമായിരുന്നു അവൻ കോമ വിട്ട് പുറത്തേക്ക് വന്നത്. നീ എന്തിനാണ് മിഷേലിനെ അറ്റാക്ക് ചെയ്തത്, ജോണിനെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ ആ വീട് സുരക്ഷിതമായ സ്ഥലം എന്ന് കരുതി, അതുകൊണ്ട് ആ വീട്ടിൽ പോയി രക്ഷപ്പെടാമെന്ന് കരുതി. എന്നാൽ പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും ഒരു മന്ത്രവാദി വന്നു. അവര് സാത്താന് ഞാനുള്ള സ്ഥലം നിലവിളിച്ച് പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ആ മന്ത്രവാദിയെ കൊന്നത് എന്ന് ഓസ്റ്റൻ പോലീസിനോട് പറഞ്ഞു. അതായത് മിഷേലിനെ ഒരു മന്ത്രവാദിയെ പോലെയായിരുന്നു ഓസ്റ്റൻ വിശ്വസിച്ചത്. മിഷേൽ ഓസ്റ്റനെ നോക്കി ഭയന്ന് നിലവിളിയിട്ടപ്പോൾ ഒരു മന്ത്രവാദി സാത്താന് വിവരമറിയിക്കുന്നത് പോലെ ഓസ്റ്റന് തോന്നി. ഇപ്പൊ പോലീസ് ആദ്യം ചിന്തിച്ചത്, ഇത്രയും ആക്രമണാസക്തമായി യാതൊരു അറ്റാക്കിനും റെസ്പോണ്ട് ചെയ്യാതെ രക്ഷപ്പെടണം എന്ന ചിന്ത പോലുമില്ലാതെ ഒരാൾ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവന്റെ ശരീരത്തിൽ ഡ്രഗ്സ് ഉണ്ടാകണം. അങ്ങനെ ഡ്രഗ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷെ അവന്റെ ശരീരത്തിൽ ഡ്രഗ്സ് ഒന്നുമില്ലായിരുന്നു. അവന്റെ ബുദ്ധി തന്നെയാണ് അവനെ ചുറ്റി ഒരു മാന്ത്രിക ലോകം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. പക്ഷെ ഓസ്റ്റിന് ഇങ്ങനെ എന്തിനു സംഭവിക്കണം? അവൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ. ആ ഒരു വർഷത്തെ കോളേജ് ലൈഫിൽ അവൻ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പൊ പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായത്, എത്ര തന്നെ അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയായാലും അവന് അവന്റെ കോളേജ് ലൈഫിൽ ശരിയായ സുഹൃത്തുക്കൾ കിട്ടിയില്ല. അവന്റെ സുഹൃത്തുക്കളെല്ലാം നന്നായി മദ്യപിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കും. അതും മദ്യപിച്ച് ബോധം നഷ്ടമാകണം. അതാണ് അവരുടെയൊക്കെ ചാലഞ്ച്. ഇങ്ങനെ ഓസ്റ്റന്റെ സുഹൃത്തുക്കൾ ചാലഞ്ച് വെച്ച് തന്നെ മദ്യപിച്ചു. ഇത് കണ്ട ഓസ്റ്റിനും ഇതുപോലെ ആഴ്ചയിൽ 3 തവണ ബോധം നഷ്ടമാകുന്നത് വരെ മദ്യപിക്കാൻ തുടങ്ങി. എത്ര മദ്യപിക്കും എന്നുള്ളതല്ല ലിമിറ്റ്, ബോധം നഷ്ടമാകുന്നത് വരെ മദ്യപിക്കണം, അതാണ് ലിമിറ്റ്. സാധാരണ നമ്മുടെ ബുദ്ധിയിൽ ഹിപ്പോതലാമസ് എന്ന ഒരു ഭാഗമുണ്ട്. ഇതിൻ്റെ ജോലി തന്നെ നിങ്ങൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളെല്ലാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. നിങ്ങൾ ഒരുപാട് മദ്യപിച്ചാൽ ഈ ഹിപ്പോതലാമസ് ടെമ്പററിയായി ഷട്ട് ഡൗൺ ആകും. അതിനാൽ നിങ്ങൾക്ക് ബോധമുണ്ടാകും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും, എന്നാൽ നിങ്ങളുടെ മെമ്മറിയിൽ അതൊന്നും പതിയില്ല. ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്നേ മനസ്സിലാകില്ല. ഇത് ഒരു ദിവസമാണെങ്കിൽ പ്രശ്നമില്ല, തുടർന്ന് അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ബ്രെയിനിനെ ബാധിക്കാൻ തുടങ്ങും. ഇങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ഓസ്റ്റിൻ ബോധം നഷ്ടമാകുന്നത് മാത്രമല്ല, ആ സമയത്ത് മയക്കുമരുന്നും എടുക്കാൻ തുടങ്ങി. വളരെ വ്യത്യസ്തമായ മയക്കുമരുന്നുകൾ കലർത്തി ഉപയോഗിക്കാൻ തുടങ്ങി. ഇതെല്ലാം അവന്റെ ബുദ്ധിയെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഈ മരണങ്ങളൊക്കെ നടന്ന സമയത്ത് ഓസ്റ്റൻ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ കൂടിയും ഇതിന് മുൻപെടുത്തിരുന്ന ആൽക്കഹോൾ, ഡ്രഗ്സ് എല്ലാം അവന്റെ ബുദ്ധിയെ ഇത്രത്തോളം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് തിയറി. ഈ ഒരു കേസിലെ പ്രശ്നം, ഓസ്റ്റിൻ ഈ കൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവൻ സ്വബോധത്തോടു കൂടി ചെയ്തില്ല. അവനൊരു ഇൻസൈനാണ്, ഒരു ഭ്രാന്തനെ പോലെയാണ് ചെയ്തത്. അതുകൊണ്ട് കോടതിയെ കൊണ്ട് ഇപ്പോഴും ശരിയായ ശിക്ഷ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങളെല്ലാം നടന്ന് 7-8 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അവന് ശരിയായ ശിക്ഷ കിട്ടിയിട്ടില്ല. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക. ഇങ്ങനെയും ലോകത്തിൽ സംഭവിക്കുമോ എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നിക്കുന്ന കേസുകളിൽ പലതിൽ ഒന്ന് മാത്രമാണിത്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.